ഹായ്, എന്തൊക്കെയുണ്ട്? റമിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നനച്ചുള്ളിൻ്റെ പാർട്ട് 1 ഇട്ടുണ്ടായിനി. അതിൽ പിന്നെ വീടിൻ്റെ വേറെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി അടുക്കള ക്ലീൻ ചെയ്യണ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാന്നുള്ളത്. അപ്പോൾ അത് ആ വീഡിയോയിൽ ഇതിൻ്റെ ഒരു പാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേമാതിരിയൊക്കെ വാരി വലിച്ചിട്ടിക്കുകയാണ്. ഇനി നമ്മളെ ക്യാബിന് ഇതൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുക്കാണ്ട് അതൊക്കെ ഇപ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുകയാണ്. അല്ലാതെ ഉള്ളതൊക്കെയാണ് കേട്ടോ ഈ വാരി വലിച്ചിട്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒക്കെ കേക്ക് ക്ലീനാക്കി ഉണക്കി അതിൽ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതാ നോമ്പെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡുമാർ ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആണുങ്ങളുള്ളവർക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ ആവും ചെയ്യുക. അല്ലാത്തവർ സ്ത്രീകളും ചെയ്യൂല എന്നല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇക്കണ്ടായപ്പം റാക്ക് തുടക്കാനും ഒക്കെ കയറാനൊക്കെ ഉപ്പരാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിമ്മിനീൻ്റെ ഉള്ളിലൊക്കെ മാറാല നല്ല ഹൈറ്റിലൊക്കെ ഉള്ള മാറാലൊക്കെ അവിടെ കയറി തട്ടണം. അപ്പോൾ അത് കയറി തട്ടലും അപ്പോൾ പിന്നെ ഏതായാലും തട്ടാൻ കയറിയതെല്ലാം തുടച്ചെന്നാൽ പറഞ്ഞിട്ട് തുണിയൊക്കെ നനച്ച് കൊടുത്ത് സോപ്പിട്ട് അവിടെ തുടക്കലും ഒക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാൻഡിലുള്ള പാത്രങ്ങളൊക്കെ ക്ലീനാക്കാന്ന് വെച്ചു. അപ്പോൾ ഞാൻ വെണ്ണൂറിട്ടിട്ടൊക്കെ ചെയ്താൽ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല തിളക്കം കിട്ടും. ഞാനിവിടെ സെബീനപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. സെബീനപ്പൊടിയും പിന്നെ അധികം എഫേർട്ട് ഇല്ലാത്തതിനൊക്കെ ഫയർ ചെയ്യാൻ അങ്ങനത്തെ ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് സാധാരണ നമുക്ക് ആ പൊടി പോകാനുള്ള ഇത്. പിന്നെ ഡെയിലി ക്ലീൻ ചെയ്യണ പാത്രങ്ങളാണ് കേട്ടോ ഇതിമേലുണ്ടാവുക, ഡെയിലി യൂസ് ചെയ്യണേ. പിന്നെ ഇതേപോലെ അൾമാറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പൊടി പിടിച്ച പാത്രങ്ങൾ, അൾമാറിൻ്റെ ഗ്ലാസ് ഇട്ടതിൻ്റെ ഉള്ളിലുള്ള പാത്രത്തിനൊന്നും ഇത്ര പൊടി ഉണ്ടാവില്ല. നമ്മൾ ഈ റാക്കുമേലൊക്കെ കമഴ്ത്തി വെക്കണ പാത്രത്തിനാണ് കേട്ടോ പൊടി ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടു. പിന്നെ ഓരോന്നായിട്ട് അങ്ങനെ കഴുകാൻ തുടങ്ങി. ഒരു വരിക്ക് അങ്ങനെ കഴുകുക. രാത്രി നേരത്താണ് കേട്ടോ അത് പരിപാടി. അപ്പോൾ മക്കളൊക്കെ ഫുഡ് കൊടുത്ത് ഉറക്കിയതിൻ്റെ ശേഷം സുസ്ഥമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടൊക്കെ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. അതാണ് എനിക്ക് ഇങ്ങനത്തെ പണിക്കൊക്കെ ഇഷ്ടം, ഒറ്റയ്ക്ക് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ എന്നാൽ എനിക്ക് അതിൻ്റെ അയക്കും കാര്യങ്ങളൊക്കെ നോക്കി വൃത്തിയാക്കി ടൈം എടുത്ത് ചെയ്യണം, അതാണ് മെയിൻ. അപ്പം ഞാൻ അതുപോലെ ചെയ്യാൻ കേട്ടോ. ഫാസ്റ്റാക്കി അടിച്ചിട്ട് നോക്കണ്ട. അപ്പോൾ ഈ അരിപ്പൊക്കെ കണ്ടില്ല, ഇതൊക്കെ നോമ്പാകുമ്പോൾ എടുക്കും കേട്ടോ. നോമ്പാകുമ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാനും അങ്ങനെ ഒരു ആവശ്യത്തിനൊക്കെ, അല്ലെങ്കിൽ ചെറിയ അരിപ്പ് എടുക്കുള്ളൂ. അപ്പോൾ അത് ഒക്കെ കളർ തന്നെ മാറിയാണ്. അപ്പോൾ അതൊക്കെ ബ്രഷ് ഇട്ട് നല്ല ക്ലീനാക്കി. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊക്കെ ഒരു പെട്ടെന്ന് കളർ മാറൂലേ പൊതുവേ. പിന്നെ ക്ലീനിങ്ങിനുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫോൺ കണ്ടില്ലേ അവിടെ ഓണാക്കി വെച്ചത്. എന്നിട്ട് സ്റ്റാൻഡൊക്കെ തട്ടി ആദ്യം അതുമത്തെ പൊടികൾ ഫുള്ള് തട്ടി ക്ലീനാക്കുകയാണ്, വെള്ളം നനയ്ക്കണതിൻ്റെ മുന്നേ. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ലിക്വിഡൊക്കെ ഇട്ട് അരച്ചതിൻ്റെ ശേഷം കേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയാൽ ഒന്നും കൂടി ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനൊക്കെ സിംഗിളിട്ട് തന്നെ ചെയ്യാണ്, രാത്രി ടൈമും അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതേപോലെ ഒരു മസാല ബോക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റവിൻ്റെ അടുത്ത് വളരെ ഉപകാരമായിട്ട് ഈ ഒരു ബോക്സ്. അപ്പോൾ അതൊക്കെ ഇതേപോലെ സെപ്പറേറ്റ് ആക്കി കേക്ക് എടുക്കുകയാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു പാത്രം. അപ്പോൾ ഞാനതിൽ ഫില്ല് ചെയ്യാനും കാണിക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചതായിരിക്കും, എന്നാലും അതായിട്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. അങ്ങനെ എല്ലാം സെറ്റായിട്ടോ. എല്ലാം കേക്ക് പിറ്റേ ദിവസം രാവിലെ എല്ലാം പുഞ്ചത്തൊരു താർപ്പായി വിരിച്ചിട്ട് അതിലങ്ങോട്ട് കൊണ്ടുപോയി വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കുടുക്കിയും പാത്രവും ചെമ്പും ചരക്കുമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങളിവിടെ കൂടിയിരുന്നിട്ട് 10 വർഷമായിട്ടോ. അപ്പോൾ അന്നൊക്കെ ഇതേമാതിരി വലിയ കുടുക്കിയും ചെമ്പട്ടി എല്ലാ പാത്രങ്ങളും കൊണ്ടുവരും. അങ്ങനെ ഞാൻ വാങ്ങിയതുണ്ട്, ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ വേണമെന്നുള്ളൊരു ഇതേനി അങ്ങനെ വാങ്ങിയ പാത്രങ്ങളാണ്. പക്ഷേ അല്ലാതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മക്കളെ കാര്യങ്ങൾ അങ്ങനെ വലിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒക്കെ ആവശ്യം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ പാഴ്സൽ ഫുഡ് ഇത്ര കിലോ എന്നും പറഞ്ഞ് ഓർഡറാക്കി വാങ്ങണോണ്ട് അതിനോടൊന്നും വലിയൊരു ഉപയോഗമില്ല. എല്ലാ കൊല്ലം ഇങ്ങനെ കേക്കും കമഴ്ത്തി വെക്കും, അതന്നെ പരിപാടി. അപ്പോൾ അത് കബോർഡ്സൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളൊക്കെ അതേമാതിരി എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഡെയിലി യൂസ് ചെയ്യണതുണ്ട്, അല്ലാത്തതൊക്കെ ഒന്ന് കഴുകി വെള്ളം കാട്ടി നനച്ച് വെക്കുകയാണ്. നനച്ച് കുളിയാണല്ലോ. പിന്നെ ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് എല്ലായിടത്തും പൊടികളൊക്കെ അടിച്ച് വാരിയിരിക്കുകയാണ്. പിന്നെ ഓവനാണ് കേട്ടത്. ഓവൻ്റെ മേലൊക്കെ നല്ല പൊടിയുണ്ട്. ഇതങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കലൊന്നുമില്ല, OTG ഓവനാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനും ഇതൊക്കെ ഒരു സമയത്ത് ബേക്കിങ്ങൊക്കെ ഒരു ഭ്രാന്തായ സമയത്ത് വാങ്ങിയതാണ്.
പിന്നെ അങ്ങനെ അതൊന്നും വലിയ ശ്രദ്ധിക്കുകയില്ല. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് സ്നാക്കൊക്കെ ചൂടാക്കാൻ നല്ല സുഖമാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, എണ്ണയില്ലാതൊക്കെ ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല വൃത്തികേടായി കിടക്കുന്നുണ്ട്, അലുമിനിയം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എണ്ണയും ഇതൊക്കെ തെറിച്ചിട്ട് പിന്നെ അത് അവിടെ കറ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ പോക്കാൻ കഴിയൂല കേട്ടോ. പിന്നെ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ കിച്ചണാണല്ലോ, അപ്പോൾ എല്ലാം ഇങ്ങോട്ട് ഒരുങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു സമാധാനമാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നേരത്തെ സാധനങ്ങളൊക്കെ കിട്ടിയുള്ള കുപ്പിയും പാത്രമൊക്കെ ഫുള്ളാക്കി ഇങ്ങനെ വെച്ച് ആ ഒരു എന്താ പറയുക, എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ്. അതിങ്ങനെ തൽക്കാല സമയത്ത് അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കിട്ടുമ്പോൾ, ഇപ്പം ആണുങ്ങൾ ഇവിടെ ഉള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേശ്ശൊക്കെ കൊണ്ടുവരലുണ്ടാവും നമ്മളെല്ലാം സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്. പക്ഷേ ആ സ്ഥാനത്ത് നമുക്കൊരു കിറ്റ് വഴിയൊക്കെ കുറച്ച് കൂടുതലൊക്കെ കിട്ടുകയാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷമാണല്ലേ. എനിക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടോ എന്ന് പറയണം കേട്ടോ. എനിക്കറിയാം എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത്, പിന്നെ വെറുതെ ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളൂ. പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വലിയൊരു ബഡ്ജറ്റ് വലിയൊരു ബില്ലൊക്കെ അവിടെ കൊടുക്കുമ്പോൾ അവർക്ക് വേഗം എന്താ പറയുക ദേഷ്യം പിടിക്കും, കയ്യിലുണ്ടോ ഇല്ലയോ നോക്കൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഓരോ കുപ്പിയും പാത്രമൊക്കെ കഴുകി വെച്ചേക്ക് ഇങ്ങനെ നിറക്കാനൊരു പ്രത്യേക ഇഷ്ടം. അപ്പം മോളെപ്പോഴോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആക്കട്ടെ എന്ന്, പക്ഷേ കൊടുത്തില്ല ഞാൻ. അതൊക്കെ ഞാൻ തന്നെ ആക്കുമെന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്തൊരു ഇഷ്ടമാണ്. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക, ഓർഡറാക്കി വെക്കുക, അതൊക്കെ. അപ്പോൾ നമ്മളെ സേമിയാണ് കേട്ടോ, തരിക്കഞ്ഞി കാച്ചുമ്പോൾ ഇടുമല്ലോ സേമിയ പായസമൊക്കെ ഉണ്ടാക്കണം. അത് ഞാൻ ഇങ്ങനെ നീളത്തിലുള്ളതാണ്. അപ്പോൾ അത് ആ പാക്കറ്റിലിട്ട് തന്നെ അങ്ങോട്ട് ഒടിച്ച് മുറിച്ചിട്ട് ഇതിലങ്ങോട്ട് തട്ടി കൊടുത്തു. അപ്പോൾ ഇപ്പം നൈസ് സേമിയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ, അത് ഒന്നുകൂടി ടേസ്റ്റാണ് തോന്നുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ ഇതാ ഓരോ ഐറ്റംസ് ഗരം മസാല ഒക്കെ പാക്കറ്റ് വാങ്ങിക്കുകയാണ്. ഞാൻ ചിലപ്പം പൊടിച്ചുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈസി കുറഞ്ഞ റേറ്റിന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ കടല പരിപ്പ് ഐറ്റംസൊക്കെ. അപ്പോൾ കടലൊക്കെ ചില സമയത്ത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കടല ഇട്ടായിട്ട് പിറ്റേ ദിവസം കറി നല്ല രസമാണ്. നമ്മളെന്നും ഇങ്ങനെ ബീഫും ചിക്കനും അങ്ങനെ നോമ്പാകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാ ദിവസവും അത് തന്നെ ആകുമ്പോൾ ഒരു വെറുപ്പാണല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേമാതിരി ഉരുളക്കിഴങ്ങ് പിന്നെ എന്താ വെജിറ്റബിൾ കുറുമ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസാല ബോക്സ്. ഇതിൽ ഞാൻ 3 ഐറ്റംസ് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട എല്ലാ ഐറ്റംസും ഇതിലിട്ട് വെക്കും. അപ്പോൾ ഇതിൽ കണ്ടോ 6-7 ഐറ്റംസ് പോകും കേട്ടോ. അപ്പോൾ ഞാൻ മല്ലി മുളക് മഞ്ഞൾ അത് 3 നമുക്ക് നിർബന്ധമാണ്. പിന്നെ ഉലുവ കടുക് ഐറ്റംസ് ഇടും. പിന്നെ പെരുംജീരക പൊടിയോ കുരുമുളക് പൊടിയോ പിന്നെ ഗരം മസാല എന്തെങ്കിലുമൊക്കെ ഓപ്ഷണലായിട്ടുള്ളത്, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിടും. അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് റീപ്ലേസ് ചെയ്ത് കേക്ക് വെക്കാൻ പറ്റുന്നതുകൊണ്ട് ഒന്നും കൂടെ സൗകര്യമാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ബോക്സ് കുറവാണ്, കാശ്മീരി മുളക് പൊടിൻ്റെ തോന്നുന്നുണ്ട്, അത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതാ ഉപ്പ് ഇതുപോലെ ചെറിയ ഭരണിയിലാണ് ഇടുക. അപ്പം അതൊക്കെ ഫില്ല് ചെയ്തു ഒക്കെ റെഡിയാക്കി ചെറിയ ക്ലിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കിച്ചണിൻ്റെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക സന്തോഷം സമാധാനമൊക്കെയാണ് അല്ലേ. അപ്പോൾ കുടിക്കും പാത്രമൊക്കെ കണ്ടോ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അതാണ് ടൈം എടുത്ത് ചെയ്യണം പറയണത്. അത് ഇങ്ങനെ എന്താ പറയുക പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എൻ്റെ പോലെ തന്നെയാണോ എല്ലാവരും എന്നുള്ളത്. പിന്നെന്താ പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്